ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അനഘയെ കൊണ്ട് ചടങ്ങുകളെല്ലാം ചെയ്യിക്കുന്ന അർച്ചനയും നന്ദനയും ധനുഷിനെയുമാണ്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരികെ വീട്ടിലെത്തുന്നു. തുടർന്ന് സച്ചിയോടും അർച്ചനയോടും താഴേക്കിരിക്കാനായി പറയുകയാണ് സേതു. അങ്ങനെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടക്കുന്നതാണ് കാണിക്കുന്നത്. അല്ല, കുഞ്ഞിന് എന്ത് പേരെ ഇടാൻ പോകുന്നതെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അച്ഛനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും സമയമാകുമ്പോൾ കേട്ടാൽ മതിയെന്ന് സേതുവും അർച്ചനയും കൂടി പറയുന്നു. അങ്ങനെ കുഞ്ഞിന്റെ അരയിൽ ചരട് കെട്ടിയതിനു ശേഷം കമല പറയുകയാണ്, ഇനി കുഞ്ഞിന്റെ പേര് വിളിക്കട്ടെ, എന്നിട്ട് മതി ബാക്കിയുള്ള സമ്മാനം കൊടുക്കുന്ന ചടങ്ങൊക്കെ. തുടർന്ന് സേതു താഴേക്കിരിക്കുകയാണ്. അർച്ചന സേതുവിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തതിനു ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. തുടർന്ന് സേതു പറയുകയാണ്, ഞാനേ പേര് വിളിക്കാൻ പോവുകയാണേ. നീ സേതു കുഞ്ഞിന്റെ പേര് വിളിക്കുകയാണ്. സാക്ഷി. നല്ല പേരാണെന്ന് സ്നേഹ പറയുന്നു. പേര് കേട്ടയുടൻ തന്നെ സച്ചി സന്തോഷത്തോടെ മനസ്സിൽ പറയുകയാണ്, അപ്പോൾ എന്നോട് ദേഷ്യമൊന്നുമില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്നും സച്ചി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഓരോരുത്തരായിട്ട് കുഞ്ഞിന് സമ്മാനങ്ങൾ നൽകുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനിരുദ്ധന്റെ മൂർത്തിയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ വന്നുകൊണ്ട് അവന്തിക ചോദിക്കുകയാണ്, ആരാ ഒറ്റിയത്? അർച്ചനയെ നമ്മൾ കൊണ്ടുവന്ന് കെട്ടിയിട്ടത് പുഴക്കരയിലാണെന്ന് അവരൊക്കെ എങ്ങനെ അറിഞ്ഞത്? ഒരു 10 മിനിറ്റ് കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ അവളെ സാക്ഷിയാക്കി ഞാൻ തന്നെ ആ ചടങ്ങ് പൂർത്തീകരിച്ചേനെ. പക്ഷേ അതിനു മുന്നേ എന്നെ ആരോ ചതിച്ചെന്ന് അവന്തിക ദേഷ്യത്തോടെ പറയുമ്പോൾ, അത് പിന്നെ നൂലുകെട്ട് ചടങ്ങിന് അവളെ കാണാതിരിക്കുമ്പോൾ എല്ലാവരും അന്വേഷിച്ചിറങ്ങില്ലേ എന്ന് അനിരുദ്ധം പറയുന്നു. എന്നാലും ഇത്രയും വേഗം അവരെന്താണെങ്കിലും എത്തില്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. എന്റെ കൂടെ നിന്ന് എന്നെ ആരോ ചതിക്കുന്നുണ്ടെന്ന് അവന്തിക പറയുന്ന സമയത്താണ് അടുക്കളയിൽ നിന്നും ജോലിക്കാരി ഹാളിലേക്ക് എത്തുന്നത്. പറയടി, നീയാണോ എന്നെ ചതിച്ചതെന്ന് അവന്തിക ജോലിക്കാരിയോട് ചോദിക്കുമ്പോൾ, അവളെ സംശയിക്കേണ്ട, അവള് വിശ്വസ്തയാണെന്ന് അനിരുദ്ധം പറയുന്നു. അവള് ആ ചടങ്ങ് ചെയ്തതുകൊണ്ട് എന്താണെങ്കിലും എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടി കാണില്ലെന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേൾക്കുന്ന അനിരുദ്ധൻ മനസ്സിൽ പറയുകയാണ്, ആ ചാരത്തിൽ നിന്നും ആത്മാവൊക്കെ എപ്പോഴേ പോയി കാണും, ഇവൾക്ക് ഭ്രാന്താണെന്നാ തോന്നുന്നത്. അവന്തികയെ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ അളിയൻ്റെ മക്കളല്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ബലിയിടാനുള്ള അധികാരവും ഉണ്ട്. പിന്നെന്താ, ഇത്രയും കാലം ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ് അവളിപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ചത്. വിടില്ല, ഒന്നിനെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ അനിരുദ്ധൻ ജോലിക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കാൻ നിൽക്കണ്ട, ഇതൊക്കെ അവൾക്ക് പണ്ടേ ഉള്ളതാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ ജോലി വരാൻ പോകുന്നതേ ഉള്ളൂ. മൂർത്തി, നീ ഇവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് അനിരുദ്ധൻ ജോലിക്കാരിയെ നോക്കിക്കൊണ്ട് മൂർത്തിയോട് ചോദിക്കുന്നു. അവളുടെ ഒടുക്കത്തെ ശ്വാസം നിലയ്ക്കുന്നതുവരെ ഞങ്ങൾ പറയുന്നത് കേട്ട് നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണം. സാറ് പേടിക്കണ്ട, ഞാൻ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ എനിക്ക് പറഞ്ഞ പണം കിട്ടണം, അത്രമാത്രം. പോയിക്കോ, നമ്മളിനി ഇങ്ങനെ അധികം സംസാരിക്കേണ്ടെന്ന് മൂർത്തി പറയുന്ന സമയത്താണ് അവന്തിക അങ്ങോട്ടേക്ക് എത്തുന്നത്. തുടർന്ന് അവരുടെ അടുത്തേക്ക് അവന്തിക വന്നുകൊണ്ട് പറയുകയാണ്, ഒളിഞ്ഞിരുന്ന് ആരോ എനിക്കെതിരെ കളിക്കുന്നുണ്ട്, അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. മോള് വിഷമിക്കണ്ട, അങ്ങനെ നമ്മുടെ പിന്നാലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കും. എന്നെ ഒറ്റുകൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളവർ ആരാണെങ്കിലും അവരെയൊന്നും ഞാൻ വെറുതെ വിടാനേ പോകുന്നില്ലെന്ന് അവന്തിക ദേഷ്യത്തോടെ പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന അനിരുദ്ധനെയും മൂർത്തിയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. പിന്നീട് കാണിക്കുന്നത് സേതുവിന്റെ വീടാണ്. സച്ചി അർച്ചനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അർച്ചന മുറിയിലേക്ക് ചെല്ലുകയാണ്. എടോ, ഈ മനസ്സിൽ എന്നോടൊരു പിണക്കവുമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞ് സച്ചി അർച്ചനയുടെ കയ്യിൽ പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റുകയാണ് അർച്ചന. തനിക്ക് എന്നോട് പിണക്കമൊന്നുമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ മുൻപ് പറഞ്ഞ അതേ പേര് തന്നെ താൻ നമ്മുടെ കുഞ്ഞിനിട്ടത്? എൻ്റെ മനസ്സിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എൻ്റെ മോളുടെ നൂലുകെട്ട് ചടങ്ങായതുകൊണ്ട് മാത്രമാ ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചു നിന്നതെന്ന് അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് ആകെ തകർന്നു നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.